ഇന്നേ ഒരു പെറോട്ട വെച്ചിട്ട് ഒരു കിടിലൻ ഐറ്റം ഉണ്ടാക്കാനായിട്ട് പോവുകയാണേ. ഇന്നലെ വാങ്ങിയിൽ നിന്ന് ഒരു പെറോട്ട ഒന്ന് മാറ്റി വെച്ചു. ഞാൻ ഈ പെറോട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒരു പിച്ചാത്തി വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. വേണമെങ്കിൽ കുറച്ചുകൂടെ കനം കുറച്ച് വേണമെങ്കിലും ചെയ്യാം, കാരണം നൂഡിൽസ് പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. രണ്ട് ചെറിയ അധികം എരിവില്ലാത്ത പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതൊരു മുട്ട ചിക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ ഒരല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് മല്ലിയിലയും കൂടെയാണ്. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഇനി ഒരു പാന് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒരല്പം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, ഒരുപാട് എണ്ണയൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ചൂടാക്കുമല്ല, ഇച്ചിരി അതൊന്ന് ഫ്രൈ ആയി വരണം. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് എൻ്റെ പാനിൻ്റെ നടുക്ക് ഭാഗം അല്പം പൊങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതാണ്ട് സൈഡിലോട്ട് എണ്ണ പോയി കിടക്കുന്നത്. ഞാനിങ്ങനെ വലിച്ചൊക്കെ ഞാൻ വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിന് ഒരു ചെറിയ ഒരു ഡിഫക്റ്റ് വന്നിട്ടുണ്ടായിരുന്നതാണെന്ന് തോന്നുന്നു. അതോ ഇങ്ങനെയാണോ എന്നറിയത്തില്ല. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇതിലോട്ടൊന്ന് ഇട്ട് ഒന്ന് വഴറ്റാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇടാം. ഈ സവാള ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ കണ്ടോ സൈഡിൽ പോയി കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ ഓക്കെ ആവും, കുഴപ്പമില്ല. എണ്ണയെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തല്ല, സവാള ഒന്ന് വെന്ത് വരണം, ഒന്ന് വഴഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഒന്നിട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കാരണം ഈ സവാളയൊക്കെ വഴഞ്ഞ് വരുമ്പം കുറച്ചേ കാണത്തുള്ളൂ. ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ചിലപ്പോൾ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നൊക്കെ മിച്ചം വരാം. അതിന് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരു ഫുഡ് ഉണ്ടാക്കാം. ഇനി അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഇതിലോട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് രാവിലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഇത് മതി കേട്ടോ. അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ അല്ലാതെ ദോശ, പുട്ട്, ഇഡലി, ചപ്പാത്തി ഇതൊന്നും പിള്ളേർ കഴിക്കത്തില്ല. നൂഡിൽസോ മാഗി ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഒരു ഐറ്റം പോലെ ഇരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴണ്ടി വരട്ടെ. തക്കാളിയുടെയും പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ തക്കാളിക്ക് പകരം തക്കാളി അടിച്ച പേസ്റ്റ് വേണമെങ്കിലും ഇതിൽ ഒഴിക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് മയം കാണും കഴിക്കാനായിട്ട്. പേസ്റ്റ് ഒഴിക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഇതാണ് കുട്ടികൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇനി ചിക്കി വെച്ചിരുന്ന മുട്ട ഒന്ന് ഇതിലോട്ട് തട്ടാം. മുട്ട ഇങ്ങനെ ചിക്കുന്നതിന് പകരം നമ്മൾ പുഴുങ്ങിയിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ പിന്നെ ഇങ്ങനെ ചിക്കി എടുത്തു എന്നുള്ളതേ ഉള്ളൂ. രണ്ട് രീതിയിൽ ഏത് വേണോ ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മാഗിയുടെ ആ ക്യൂബ് ഉണ്ടല്ലോ, മസാല ക്യൂബ് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാനത് ഇടുന്നില്ല, കാരണം എല്ലാം ഫ്രഷായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. ക്യൂബ് ഇരിപ്പുണ്ട് കേട്ടോ, പക്ഷേ ഞാനത് ഇട്ടില്ല. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ പൊറോട്ട ഇതിലോട്ടൊന്ന് തട്ടാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് അറിയിക്കുക. അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒരു സാധനം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അല്ലേ. നമ്മൾ ഹോട്ടലിലൊക്കെ എല്ലാവരും ഹോട്ടലിൽ പോയില്ലെങ്കിലും ഒരു 60% ആൾക്കാരൊക്കെ ഇപ്പോൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിന് കഴിച്ച് കഴിയുമ്പോൾ ഒരു പൊറോട്ടയൊക്കെ ചിലപ്പോൾ മിച്ചം വരും. ഇനിയിപ്പോൾ ഈ ഒന്നും കൊണ്ട് എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ വെച്ചിട്ട് പോരും. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട. എടുത്ത് പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് ഒരു നേരത്തെ ഫുഡ് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഒരു നേരം ഇത് കൊടുക്കാൻ പറ്റും. ഇതിപ്പം ഏകദേശം ഒരു 2 പേർക്ക് വേണമെങ്കിലും സെർവ് ചെയ്യാൻ പറ്റും. ഒരു പൊറോട്ടയേ ഉള്ളൂ. അതിൻ്റെ കൂടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഞാൻ ചേർത്തത് കൊണ്ടാണ്. ഇനി ഏകദേശം ഇത് ഒന്ന് നല്ലവണ്ണം ചൂടായി വരണം കേട്ടോ. ആ പൊറോട്ടയൊക്കെ ഒന്ന് ഈ എണ്ണയിലൊക്കെ നിന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. ഇതാണ്ടോ, ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ അവസാനം ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിയില കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കാം. മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. ഏത് സാധനത്തിനായാലും അങ്ങനെ തന്നെ മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ അല്ലേ. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്.
നല്ല പൊറോട്ടയൊക്കെ നല്ല ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കണം കേട്ടോ. അല്പം സോസും കൂടെ കൂട്ടിയിട്ടേ. ഇതിന് വേറെ ഒരു കറിയോ ഒന്നും വേണ്ട, ഇത് മാത്രം മതി. കുട്ടികൾക്ക് രാവിലെ പോകുന്ന സമയത്ത് ഇത് അങ്ങോട്ട് എടുത്ത് വെച്ച് കൊടുത്താൽ അവർ നിന്നുകൊണ്ട് കഴിച്ചും കൊണ്ട് ഓടിപ്പോകും. അത്രയ്ക്ക് ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റാണ്. ഇതാണ്ടോ എന്താ ഭംഗിയല്ലേ, കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയുണ്ട്. നമ്മുടെ ഈ പൊറോട്ട മാത്രം കഴിക്കുന്നതിനെക്കാട്ടും അതിൽ ഇത്രയും സാധനങ്ങളും കൂടെയൊക്കെ ചേരുമ്പോൾ വലിയ പ്രശ്നമില്ലാതെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റും. വേണമെങ്കിൽ അല്പം മുളക് പൊടിയിടാം, കുരുമുളക് പൊടിയിടാം, എന്ത് വേണോ ചേർക്കാൻ. ഞാനിതൊന്നും ചേർത്തിട്ടില്ല, അതിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയതാണ്. അല്പം സോസും കൂടെ കൂട്ടി കഴിച്ചു. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ രാവിലെ തന്നെ, കുട്ടികളായാലും മുതിർന്നവരായാലും, കുട്ടികൾക്ക് മാത്രമല്ല ആർക്ക് വേണമെങ്കിലും, മുതിർന്നവർക്ക് വേണമെങ്കിലും ഒരു നേരത്തെ ഫുഡ് ഇതാക്കാം. ഇതിന് നമ്മൾ ചേർക്കേണ്ട അല്പം സോസ് ഉണ്ടെങ്കിൽ ഇത് കൂടെ ചേർക്കാം. ഇല്ല എന്നൊരു സൈഡിൽ ഒഴിച്ചു വെച്ചിട്ട് അതിലിങ്ങനെ കോരിയിട്ട് നമുക്ക് തിന്നാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബായ്.